ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുവത്സര ദിനത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ ഈ 2024 എല്ലാവർക്കും നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കണ്ണനും അപ്പവും തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ദേവിയും അതുപോലെ അഞ്ജുവും കൂടി വരുന്നത്. എന്തിനാ ഇങ്ങനെ കിടന്ന് വഴക്ക് കൂടുന്നത് എന്നൊക്കെ ചോദിച്ച്, ഈ കുടുംബത്തിൽ ആരോട് എന്താ സംസാരിക്കുന്നതെന്ന് ഒരു ബോധമില്ലാതായി, ഇതെന്താ ഇതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ ചോദിക്കുമ്പോൾ അപ്പവും അങ്ങ് പോയി, കണ്ണനും അങ്ങ് പോയി. ദേവി ഇങ്ങനെ വിഷമിച്ച് അവിടെ അങ്ങനെ ഇരിക്കുക. ഇതൊക്കെ കണ്ട് അഞ്ജു ആകെ തകർന്ന് നിൽക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുക നമ്മുടെ ശങ്കരമാമ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് ശിവൻ ശങ്കരമാമയ്ക്ക് അരികിലേക്ക് ചെന്നു, ശങ്കരമാമയെ കാണാനായിട്ട്. അപ്പോൾ ശിവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ മോനെ എന്നും പറഞ്ഞ് വിളിച്ച് അടുത്തേക്ക് ചെന്നു. എന്താ അമ്മാമ്മ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം ബാലനെ കണ്ടപ്പോൾ കണ്ണൻ്റെ ചില പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അതനുസരിച്ച് ഞാൻ കണ്ണനുമായി സംസാരിച്ചു. അമ്മാമ്മ കണ്ണനെ കാണാൻ വന്ന കാര്യം അഞ്ജു എന്നോട് പറഞ്ഞെന്ന് ശിവനും പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയാൽ അവർ കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ നിന്നും, പ്രത്യേകിച്ച് സാന്ത്വനം വീടിൻ്റെ കാര്യത്തിൽ നിന്നെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നാണ് ഞാൻ കരുതിയതെന്നും, പക്ഷേ അവൻ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയെന്നും പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചത് ഏതോ ഒരു അന്യനോടെന്ന പോലെയാണെന്നുള്ള കാര്യവും അമ്മാമ്മ പറയുക. അവൻ വല്ലാണ്ടങ്ങ് മാറിപ്പോയി ശിവ. അതുതന്നെയാണ് അമ്മാമ്മ വീട്ടിലിപ്പോൾ എല്ലാവരുടെയും സങ്കടവും. വലിയടത്തോട് പോലും അവൻ സംസാരിക്കുന്നതും അങ്ങനൊക്കെ തന്നെയാണെന്നും പറഞ്ഞു. ആദ്യം അവൻ ഇങ്ങനെ ഇടം തിരിഞ്ഞ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചത് അവൻ ഉത്തരവാദിത്വം ഉള്ള ഒരാളായെന്ന് കാണിക്കാൻ ഞങ്ങളുടെയൊക്കെ മുന്നിൽ അങ്ങനെ അഭിനയിക്കുകയാണെന്നാ. പക്ഷേ അങ്ങനെയല്ല എന്നും അവൻ തിരിച്ചു വന്നത് അവൻ്റെ ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതും അറിഞ്ഞപ്പോൾ ആർക്കും അതാദ്യം വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവൻ അത്യാവശ്യം ബിസിനസ്സിനുള്ള കാശ് സംഘടിപ്പിച്ചു കൊടുത്താൽ ചിലപ്പോൾ അവൻ പിന്മാറിയേക്കും ശിവ. ഇല്ല മാമേ, അങ്ങനെയൊന്നും അല്ല. അങ്ങനെയാണെന്ന് കരുതി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് 1,00,000 രൂപയോളം തയ്യാറാക്കി അവന് കൊടുത്തതാ. പക്ഷേ വലിയേട്ടൻ്റെ കയ്യിൽ നിന്ന് അവൻ അത് വാങ്ങാൻ പോലും കൂട്ടാക്കിയില്ലെന്നുള്ള കാര്യവും പറഞ്ഞു ബാലനെക്കുറിച്ച് ശിവൻ. അവൻ്റെ ഉദ്ദേശം സാന്ത്വനം വീട് അവൻ അവകാശപ്പെട്ടതാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനെ അറിയിക്കാതെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അമ്മയെ കൊണ്ട് വിൽപ്പത്രം മാറ്റി എഴുതിച്ചതാണെന്നൊക്കെയാണ് അവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് അവൻ സംസാരിക്കുന്നതെന്നും ശിവൻ അന്നേരം പറഞ്ഞു. കണ്ണൻ അവൻ്റെ അവകാശം വേണമെന്നും പറഞ്ഞ് ആ ഒരു ദേഷ്യം, ആ ഒരു വല്ലാത്ത മാനസികാവസ്ഥ, അതിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകണ്ടതെന്ന് അറിയുന്നില്ല മാമയെന്ന് പറഞ്ഞപ്പം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. അവൻ്റെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും നെഞ്ച് കുത്തി തുളയ്ക്കുന്നതായതുകൊണ്ട് അന്നേരത്തെ ദേഷ്യത്തിന് സംഭവിച്ചു പോയതാണെന്നും ശിവൻ അന്നേരം പറഞ്ഞു. അല്ലാതെ വല്ലേട്ടനോട് തീരുമാനം എടുത്താൽ അത് പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാനൊന്നും എനിക്കാവില്ലെന്നും പറഞ്ഞു. പിന്നെ ഇന്നേ വരെ ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടുമില്ല. പിന്നെ സത്യത്തിൽ വലിയേട്ടനേക്കാളും വലിയേടത്തേക്കാളും വലുതല്ല എനിക്ക് സ്വത്തും പണവും ഒന്നും. അതുകൊണ്ട് അവർ തീരുമാനിക്കുന്നത് എന്തോ അത് നടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മാമ്മയും പറഞ്ഞു, മോൻ ടെൻഷൻ അടിക്കേണ്ട, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ശങ്കരമാമ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ ശിവനും ആ ഒരു തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ടതേ ശിവനങ്ങ് പോവുകയും ചെയ്തു. ശിവനങ്ങ് പോയപ്പോൾ അമ്മാമ്മ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞത് ഇവരാരും അറിഞ്ഞിട്ടുമില്ല. ശങ്കരമാമയും ശിവനും തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ അത് വലിയേട്ടനോട് നേരിട്ട് പറയാനും ശിവൻ അമ്മാമ്മയോട് പറഞ്ഞു. അങ്ങനെ പഞ്ചായത്ത് ഓഫീസിൽ പോകാനാണെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് നമ്മുടെ ശിവൻ അങ്ങ് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. നമ്മുടെ അപ്പു ഇങ്ങനെ ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ റൂമിലേക്ക് ദേവിയും അഞ്ജുവും കൂടെ ചെന്നു. അപ്പു നിന്ന് കരച്ചില്ല അവിടെ ഭയങ്കരമായിട്ട്. അപ്പുവിൻ്റെ ഉള്ളിന് ഭയങ്കര വേദനയുണ്ട്. അപ്പോൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടാണ് ഇവർ രണ്ടുപേരും കൂടെ കയറി ചെല്ലുന്നത്. ഇവർ രണ്ടുപേരും കൂടെ കയറി ചെന്നപ്പോൾ ഇങ്ങനെ അപ്പു ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ടു. എന്താ മോളെ അപ്പു, നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇവിടെ വന്നിരിക്കണേ? എന്താ കണ്ണൻ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇന്നേ വരെ അമരാവതിയിൽ എൻ്റെ സ്വത്തുക്കളെക്കുറിച്ച് ഹരി പോലും എന്നോട് സംസാരിച്ചിട്ടില്ലെന്ന് അപ്പു അന്നേരം പറഞ്ഞു. കുറച്ച് ചില്ലി കാശ് പോലും ആ വീട്ടിൽ നിന്ന് വാങ്ങിക്കരുതെന്നേ അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ദേവടുത്തേക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ അപ്പു ചോദിച്ചു. ഡാഡി വാങ്ങിക്കൊടുത്ത പുത്തൻ ബൈക്ക് പോലും ഈ കണ്ണൻ കൊണ്ടുപോയി കേടാക്കി കൊണ്ടുവന്നപ്പോൾ അത് എൻ്റെ ഡാഡി വാങ്ങി തന്നതാണെന്നൊരു വാക്ക് എൻ്റെ നാവിൽ നിന്ന് വീണുപോയി.
അതിൻ്റെ പേരിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ കുടുംബത്തിൽ അത് നിൻ്റേതെന്നോ എൻ്റേതെന്നോ ഒരു വ്യത്യാസം ഉണ്ടാകരുതെന്നും പറഞ്ഞല്ലേ ഹരി അത് നന്നാക്കി തിരികെ ഡാഡിക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്തതെന്ന് ചോദിച്ചു അപ്പു. അങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുക. എന്നിട്ട് അവൻ ഈ രീതിയിൽ സംസാരിച്ചില്ലേ എന്ന് ചോദിച്ച് ഇങ്ങനെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമായിട്ട് നമ്മുടെ അപ്പു ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അനിയത്തിയും അതുപോലെ തന്നെ ചേച്ചിയും കൂടി സമാധാനിപ്പിക്കുക, സാരമില്ല എന്നൊക്കെ പറഞ്ഞ്. അവൻ ഇത്രത്തോളമൊക്കെ മാറിപ്പോകുന്നത് അത് കാണുമ്പോൾ നെഞ്ചിനകത്ത് വല്ലാത്തൊരു പിടച്ചിലാണെന്ന് അപ്പു അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയണു. അതെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പുവിനെ സമാധാനിപ്പിച്ചിട്ട് ഇവരിങ്ങ് പോയി. ഇത് കഴിഞ്ഞ് ദേവി യാദൃശികമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ശിവൻ ഇങ്ങനെ അഞ്ജുവിനെ താങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കവചം പോലെ നടക്കുന്നതാണ്. ഇത് കണ്ടപ്പോൾ ദേവി ഒരുപാട് സന്തോഷത്തോടെ ഇവരെ ഇങ്ങനെ നോക്കുവാണേ. എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെ അടുത്തേക്ക് ചെന്നു. എന്താ ഇത് എന്നും ചോദിച്ചു. രണ്ടുപേരും കിടക്കുന്നൊന്നും ഇല്ലേന്നൊക്കെ ചോദിച്ചു. ഈ സമയത്ത് ഈ സ്റ്റെപ്പ് വെച്ച് കളിക്കുകയാണോ എന്ന് ചോദിച്ചപ്പം അല്ല, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നടക്കുന്നത് നല്ലതാണെന്ന് ശിവേട്ടൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നടന്നപ്പോൾ ശിവേട്ടനും എൻ്റെ ഒപ്പം നടന്നതേ ഉള്ളൂ ദേവിയേച്ചി എന്ന് അഞ്ജു പറഞ്ഞപ്പം ഇത് ആരുടെ ഉപദേശമാണ്, കൺമണിയുടേതാണോ എന്ന് ചോദിച്ചു ദേവി. അതേ വലിയടത്തി, അതെ, കൺമണി നേഴ്സിങ്ങിന് പഠിച്ചു എന്നും പറഞ്ഞ് അവൾ പറഞ്ഞു തരുന്ന വിട്ടിത്തരം മുഴുവൻ നീ അഞ്ജുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ നടക്കേണ്ടതേ ഇപ്പോഴല്ല, പ്രസവം അടുക്കാറാകുമ്പോഴാണെന്ന് പറയുമ്പം അയ്യോ ആണ് വലിയടത്തി, അയ്യോ പക്ഷേ ഗർഭിണികളായ സ്ത്രീകൾ നടക്കുന്നത് നല്ലതാണെന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴേ നടക്കണമെന്ന്. അവൾ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയില്ലെന്നല്ലേ പറഞ്ഞേ? അതെ, അതിൻ്റെ കുഴപ്പമോ ഇതൊക്കെയെന്ന് ദേവി അന്നേരം. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. 3 മാസം വരെ ഇന്നത്, അത് കഴിയുമ്പോൾ ഇന്നത്, അത് കഴിയുമ്പോൾ ഇന്നത് എന്നൊക്കെ പറഞ്ഞ് ദേവി എല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അന്നേരം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്താൽ അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിരിക്കും എന്ന് ദേവി പറയുക. അയ്യോ എന്നും പറഞ്ഞ് നിൽക്കണു ഇവർ. എന്താ സ്നേഹ ഡോക്ടറെക്കാളും എന്നെക്കാളും വിശ്വാസമാണോ നിനക്കിപ്പോൾ കൺമണിയെ? എന്താ ശിവ? അയ്യോ അങ്ങനെയൊന്നുമില്ല എല്ലായിടത്തി, ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. എന്നാൽ പിന്നെ നിങ്ങളിങ്ങനെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ദേവി അവരെ വിളിച്ചടുത്തിരുത്തി. എന്നിട്ട് ഇവരുടെ കാര്യങ്ങൾ പറയാം. അങ്ങനെ ഈ പ്രശ്നങ്ങൾ കണ്ണനുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ ഇവരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത്രയും കാലം എത്രത്തോളം പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടു, അതെല്ലാം മാറിപ്പോയില്ലേ? അതുപോലെ ഈ പ്രശ്നങ്ങളും നാളെ മാറും, അതിന് യാതൊരു മാറ്റവും ഇല്ലയെന്ന് നമ്മുടെ ദേവി പറയാം. ഒരു വീടാകുമ്പോൾ ഇതുപോലെ കാറും കോളും ഒക്കെ വന്നും മാനം കറുത്തു എന്നൊക്കെ വരും. പക്ഷേ ഇതൊക്കെ പെയ്തൊഴിഞ്ഞ് പോകുമെന്നുള്ള കാര്യം പറഞ്ഞ് നാളെ എല്ലാവരും എല്ലാം മറന്ന് പഴയതിലും സന്തോഷത്തോടെ പരസ്പരം ഒത്തൊരുമയോടുകൂടി കഴിയുകയും ചെയ്യും. അതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊന്നും ഓർത്ത് ആദ്യ പിടിക്കാതെ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ച് ഓർത്ത് മാത്രം സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അഞ്ജുവിനൊക്കെ ഉപദേശമൊക്കെ കൊടുത്തു ദേവി. വലിയടത്തി പറഞ്ഞതുപോലെ എല്ലാം പെയ്തൊഴിഞ്ഞ പഴയതുപോലെ സാന്ത്വനം കുടുംബം സന്തോഷത്തോടെ തുടരണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഈ പ്രശ്നം പെട്ടെന്നങ്ങ് പെയ്തൊഴിഞ്ഞ് പോകുമോ അതോ ഇതൊരു പ്രളയമായി വന്ന് എല്ലാം തകർത്തെറിഞ്ഞിട്ട് പോകുമോ എന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങനെ പറയണം. ഇപ്പോഴും ശങ്കരമാമ പറയുന്നത് കണ്ണൻ്റെ വാശിക്ക് വഴങ്ങി ഈ കുടുംബം ഭാഗം വയ്ക്കാൻ സമ്മതിക്കരുത് എന്നുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നേരമായിട്ടും ഭാഗം വയ്ക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത് പറയുന്നത് ശരിയല്ലെന്ന് എൻ്റെ അഭിപ്രായമെന്ന് അഞ്ജു പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ദേവേച്ചിയെന്ന് ചോദിച്ചു അഞ്ജു. നമ്മുടെ തീരുമാനമല്ലല്ലോ, ഈശ്വരൻ എന്താ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ദേവി അന്നേരം ഇവരോട് പറയാം. എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കാം, അത്രയല്ലേ നമ്മളെ കൊണ്ട് ഇപ്പോൾ ആവൂ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുക കേട്ടോ. ആ സമയത്ത് ഈ അധികം തണുപ്പ് കൊള്ളാതെ കയറി വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അഞ്ജുവും ദേവിയും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്നു. ശിവൻ ഇങ്ങനെ പലതും ആലോചിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ ദേവൂട്ടി അവിടെ സോഫയിൽ അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ദേവി ചെന്നപ്പോൾ കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ദേവി ഒരു കഥ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയുടെ കഥയും കേട്ട് നീ ഇവിടെ ഇരിക്കുവാണോ എന്നും ചോദിച്ചുകൊണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു. ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നീ എന്താ ഹോംവർക്ക് ചെയ്യാത്തേ എന്ന് ചോദിച്ചു. ഇത് അമ്മയുടെ കഥയൊന്നും അല്ല മമ്മി, ശ്രീരാമൻ്റെയും സീതയുടെയും കഥയാ. ശ്രീരാമൻ്റെയും സീതയുടെയും കഥ ഇതുവരെ പറഞ്ഞു തീർന്നില്ല ദേവേടത്തി എന്ന് ചോദിച്ചു അപ്പു. അതങ്ങനെ തീരും, അപ്പോഴേക്കും മമ്മി കയറി വന്നില്ലേ എന്ന് ദേവൂട്ടി ചോദിച്ചു. അങ്ങനെ അവർ ചിരിയും സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. ഈ സമയത്താണ് ഹരിയും അതുപോലെ ബാലനും കൂടി കട അടച്ചിട്ട് വീട്ടിലേക്ക് വരുന്നു. അവർ രണ്ടുപേരും കൂടെ വരുന്നു. അപ്പോഴേക്കും ഇവരിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അവർ കയറി വന്നപ്പോഴേക്കും കുഞ്ഞുമായിട്ട് കളിച്ചും ചിരിച്ചുമൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ബാലൻ കൊണ്ടുവന്ന് കുഞ്ഞിനൊരു ചോക്ലേറ്റ് കൊടുത്തു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അപ്പു പറഞ്ഞു, ഇങ്ങനെ എന്നും ചോക്ലേറ്റ് ഒന്നും കൊടുത്ത് ശീലിപ്പിക്കണ്ട കേട്ടോ ബാലേട്ടാന്ന്.
പിന്നെ ഇത് വാങ്ങാനുള്ള കാശില്ലാത്ത അവസ്ഥയിലെങ്ങാനും ഞങ്ങളായാലേ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞ് നമ്മുടെ അപ്പു ഇങ്ങനെ പറയുക. അത് കേട്ടപ്പോൾ എൻ്റെ മോൾക്ക് അത്രയും ഗതികേടൊന്നും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകില്ല എന്ന് ഹരി അന്നേരം പറഞ്ഞു. അന്ന് ഭയങ്കര ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് കയറിപ്പോയിട്ടോ. ഈ സമയത്ത് ബാലൻ ഇങ്ങനെ വല്ലാത്തൊരു നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഈ സമയം ദേവി ചോദിച്ചു, അവൻ വന്ന് കയറിയ ഉടനെ നിനക്കിങ്ങനെ മോന് വെച്ച് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അപ്പു? ഞാൻ ഹരി ഉദ്ദേശിച്ച് മാത്രമല്ലല്ലോ, എന്നെയും കൂടെ ഉദ്ദേശിച്ച് ഞങ്ങളെന്നല്ലേ പറഞ്ഞതെന്ന് അപ്പു അന്നേരം ചോദിച്ചേ. ബാലൻ അന്നേരം ഇങ്ങനെ നോക്കുക. ആ ശരി ശരി, ദേവുട്ടി മോള് മമ്മിയുടെ കൂടെ ചെല്ല, അമ്മ വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി കുഞ്ഞിനെ പറഞ്ഞു വിടുമ്പം വാ ഹോംവർക്ക് എവിടം വരെ എഴുതിയെന്ന് നോക്കട്ടെ എന്ന് അപ്പു കൊച്ചിനോട് പറഞ്ഞു. അങ്ങനെ ഇവരിങ്ങനെ നിൽക്കുന്നു. നമ്മുടെ ബാലൻ അവിടെ അങ്ങനെ ഇരിക്കുന്നു. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാലനും എഴുന്നേറ്റ് റൂമിലേക്ക് പോകാൻ തുടങ്ങുക. കണ്ണൻ എന്തെന്ന് ചോദിച്ചു. അവൻ പുറത്തേക്ക് പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരിയെന്നും പറഞ്ഞ് ബാലനകത്തേക്ക് കയറിപ്പോയി. ഈ സമയം നേരം കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻ കയറി വന്നപ്പോൾ ദേവി ഇറങ്ങി ചെന്ന് കഴിക്കാൻ വല്ലതും വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കഴിച്ചിട്ടാണ് വന്നത്, വേണ്ട എന്ന് പറഞ്ഞു. ശരിയെന്ന് ദേവിയും പറഞ്ഞു കേട്ടോ. അങ്ങനെ കണ്ണനെ കൊണ്ടുവിട്ടിട്ട് ഒരു കൂട്ടുകാരൻ അങ്ങ് പോകുകയും ചെയ്തു. ആ സമയത്താണ് നമ്മുടെ ദേവൂട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. കണ്ണൻ കൊച്ചാന്നും വിളിച്ചുകൊണ്ട് ഓടി വന്ന് കണ്ണനെ കെട്ടിപ്പിടിച്ചപ്പോഴേക്കും നമ്മുടെ അപ്പു പിന്നാലെ ഇങ്ങ് വന്നിട്ട് അവൻ്റെ അരികിലേക്ക് പോകരുത്, അവനെ അങ്ങനെയൊന്നും വിളിക്കരുത്, നിൻ്റെ കണ്ണ കൊച്ചനൊന്നും അല്ല ഇത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുക. അപ്പോഴേക്കും കണ്ണൻ്റെ മുഖം അങ്ങ് വല്ലാതെയായി, ദേവിയുടെ മുഖവും വല്ലാതെയായി. കണ്ണനോട് ഭയങ്കര ദേഷ്യമാണ് ഇപ്പോൾ നമ്മുടെ അപ്പുവിന്. കണ്ണൻ എന്നിട്ടൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി ചെന്ന് വാതിലും അതുപോലെ തന്നെ അങ്ങ് അടച്ചു. അപ്പോൾ കണ്ണൻ ഈ പ്രവൃത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് നിൻ്റെ കൊച്ചനും അല്ല, ആരുമല്ല, കുടുംബം കലക്കാൻ വന്ന കുടുംബദ്രോഹിയാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അപ്പോ വലിയവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും, അതെല്ലാം കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് കയറ്റി വിടരുതെന്ന് പറഞ്ഞു ദേവി. മോൾ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ദേവി കൊച്ചിനെ എടുത്തുകൊണ്ട് അങ്ങ് പോയി. അപ്പോൾ അന്നേരം ദേഷ്യപ്പെട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് പഴയ കാര്യങ്ങൾ ആലോചിക്കുക നമ്മുടെ ബാലൻ. അതായത് നിനക്കും ദേവിക്കും തല ചായ്ക്കാൻ ഒരു തുണ്ട് ഭൂമി പോലും കരുതിയില്ലല്ലോടാ ബാല നീ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അന്ന് കണ്ണൻ പറഞ്ഞ് കരഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു നിമിഷത്തേക്ക് നമ്മുടെ ബാലൻ ഇങ്ങനെ ആലോചിച്ചു. എനിക്ക് എൻ്റെ വല്യേട്ടനും വല്യേടത്തെയും മതി, ഒന്നും സ്വത്തൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൻ കരഞ്ഞില്ലേ അത്. എന്നിട്ട് നമ്മുടെ ദേവൂട്ടിയെയും കൂട്ടിക്കൊണ്ട് ദേവി മുറിയിലേക്ക് വന്നു. എന്നിട്ട് ദേവൂട്ടിയോട് കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മയും അച്ഛനും എൻ്റെ കൂടെ കിടന്നാലേ ദേവൂട്ടിക്ക് ഉറക്കം വരുമെന്ന് പറഞ്ഞപ്പോൾ മോൾ കണ്ണടച്ച് ഇവിടെ കിടന്നോട്ടോ, വാതിലടച്ച് വന്നിട്ട് അമ്മ മോളെ കെട്ടിപ്പിടിച്ച് കിടന്നോളാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ദേവി. അപ്പോഴേക്കും കൊച്ച ആ ശരിയെന്നും പറഞ്ഞ് അവിടെ കയറി കിടന്നു. കൊച്ചങ്ങനെ കിടക്കുന്നതും ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ബാലനും കണ്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ദേവി ചെന്ന് വാതിലടച്ച് വന്നു കഴിഞ്ഞപ്പം പുറത്ത് നടന്ന സംഭവങ്ങൾ നമ്മുടെ ദേവി ബാലനോട് പറയുക. കൊച്ചിനെ കണ്ണൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ, വലിയവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പകർത്താൻ ശ്രമിക്കരുതെന്ന് അപ്പുവിനോട് പറഞ്ഞിട്ടാണ് മോളെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ദിവസങ്ങൾ കഴിയും തോറും കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണല്ലോ ദേവി നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ബാലൻ. ഒക്കെ സഹിക്കുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണെന്നും ചോദിച്ചു. പിന്നെ താൻ കയറി കിടക്കാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ലൈറ്റ് അണച്ചോട്ടെ എന്ന് ചോദിച്ചപ്പം വേണ്ട ഞാൻ അണച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബാലൻ ദേവിയോട് കിടന്നോളാൻ പറഞ്ഞിട്ട് ബാലൻ ഇങ്ങനെ ആലോചിച്ച് അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ദേവി രാവിലെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഭഗവാനോട് പ്രാർത്ഥിക്കുക. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമാണ് ഇത്, തമ്മിൽ ശത്രുക്കളെ പോലെ ആയി. ഓരോ ദിവസവും അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഭഗവാനെ എന്നൊക്കെ ചോദിച്ച് കരഞ്ഞുകൊണ്ട്. കണ്ട കാലം അത്രയും പല പ്രശ്നങ്ങളും ഉണ്ടായെങ്കിലും സ്വത്തിൻ്റെയോ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും അവകാശത്തിൻ്റെ പേരിലോ ഒരു വാക്ക് പോലും ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അത് പാഴ്വാക്കായി പോകുമോ ഭഗവാനെ, അത് പാഴ്വാക്കായി പോകാതെ കാത്തോളണേ ഭഗവാനെ. ഈ കുടുംബം വേർപിരിയുന്നത് എൻ്റെ ഹൃദയം തകരുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞ് ദേവി ഭയങ്കര കാര്യം. എന്നും ഈ കുടുംബം നിലനിന്നത് നിൻ്റെ സംരക്ഷണത്തിൽ, അത് കളയരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞങ്ങോട്ടേക്ക് വന്നു. എന്താ അമ്മ എന്തിനാ കരയുന്നതെന്നും ചോദിച്ചു. അപ്പോഴേക്കും കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മോള് ഭഗവാനോട് പറ ഈ വീട്ടിൽ ആർക്കും സങ്കടം വരുത്തരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ ദേവി പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് കൊച്ച് പ്രാർത്ഥിക്കുക. ഭഗവാനെ ഈ വീട്ടിൽ ആർക്കും സങ്കടം വരുത്തല്ലേ എന്നും പറഞ്ഞു, എൻ്റെ അമ്മയെ കരയിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദേവി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്നിങ്ങനെ കരയുക. അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ അവിടെ നടക്കുന്നു. ഭഗവാന്റെ മുന്നിൽ തൻ്റെ സകല ദുഃഖങ്ങളും കരഞ്ഞു തീർക്കുകയാണ് ദേവി. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷം കാണിച്ച ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.